മീനക്കൂറാണ്, പീസസ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ വിളിക്കുക. പൂരുരുട്ടാതിയുടെ അവസാനത്തെ ഒരു പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. മീനക്കൂറുകാർക്ക് മാനസികമായിട്ടും ഒക്കെ കുടുംബത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയൂന്നേണ്ട ഒരു കാലമായിരുന്നു. അതിൽ കൂടെ ചില വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ കുടുംബാന്തരീക്ഷത്തിലും ഒക്കെ ഉണ്ടാകുന്നതായിട്ടും കാണാവുന്നതാണ്. ആഴ്ചയുടെ അവസാനം കുറച്ചുകൂടെ ഗുണകരമാകുന്ന അവസ്ഥയിലേക്കാണ് ഗ്രഹഗതി ഒക്കെ ഉണ്ടാകുന്നത്. അതായത് 4-ാം ഭാവത്തിലുള്ള വ്യാഴം അത് 5ലേക്ക് ഉച്ചത്തിലേക്ക് വരുന്നതോടുകൂടി പല കാര്യങ്ങളിലും അവരുടെ ചിന്തയിലും അതുപോലെ ക്രിയേറ്റിവിറ്റിയിലും ഒക്കെ നല്ല ഉത്തേജനം അവർക്ക് കിട്ടുന്നതാണ്. അവരുടെ കുട്ടികളെ സംബന്ധിച്ചും ഒക്കെ ചില നല്ല ന്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഒരു ഇമോഷണലായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർ, ചില സ്ട്രെസ്സൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വിട്ടുമാറി ഒരു സന്തോഷവും കുടുംബാന്തരീക്ഷത്തിലും മറ്റ് മേഖലകളിലൊക്കെ തന്നെയും ഒരു സന്തോഷം ഉണ്ടാകാൻ ഇവർ സാധിക്കുന്ന ഒരു കാലമാണ്. ഇവരുടെ കണ്ടകശനിയും 7.5 ശനിയും കൂടെ ഒന്നിച്ചുള്ള കാലം അത് ഉണ്ടാകും. ഈ ശനിയുടെ വരുന്ന കാലം വരെ 2.5 വർഷക്കാലമാണ് ശനി ഒരു രാശിയിൽ നിൽക്കുന്നത്. അതിൻ്റെ അവസാനം വരെ ഈ പറയുന്ന ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. എങ്കിലും വ്യാഴത്തിൻ്റെ ഗുണപരമായിട്ടുള്ള മാറ്റം കൊണ്ടും ഒക്കെ അവർക്ക് പല ഉയർച്ചകളും അവർക്കുണ്ടാവുന്നതാണ്. ആദ്യ ഭാവത്തിൽ, അതായത് ആഴ്ചയുടെ ആദ്യകാലത്ത് കുറച്ച് സ്ലോ ആണെങ്കിൽ പോലും പിന്നീട് അത് അവരുടെ കോൺഫിഡൻസൊക്കെ 5-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ കൂടും. അങ്ങനെ പ്രോഗ്രസ് കൂടുതലായി മെച്ചപ്പെടുത്തുന്നതായിട്ട് കാണാം. വിവാഹ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ ഒരു ഐക്യവും സന്തോഷവും ഇവർ അനുഭവിക്കുന്ന കാലമാണ്. ആരോഗ്യപരമായിട്ടും യാതൊരു കുഴപ്പങ്ങളും മറ്റു രോഗങ്ങളോ ഒന്നും തന്നെ വരാൻ സാധ്യതയില്ല. ഇവർക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നത് ശനിക്കും വ്യാഴത്തിനും ഗ്രഹശാന്തി ചെയ്യുക, അതുപോലെ തന്നെ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും എള്ള് പായസം നിവേദിക്കുകയും ഒക്കെ നല്ലതാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിലും സഹസ്രനാമാർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ദർശനം നടത്തുന്നതും ഗുണപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ്. നമസ്കാരം.